ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിലെ മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ്. അതിലെ ഡിഫറെൻറ്റ് മോഡ്സിലെ 2 മോഡ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്, ബൈ പെർഫോമൻസും ബൈ എഗ്രിമെൻറ്റും. ഇനി നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈ ലാപ്സ് ഓഫ് ടൈം, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആൻഡ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഈ 3 എലമെൻറ്റുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ബൈ ലാപ്സ് ഓഫ് ടൈം. എന്താണ് ലാപ്സ് ഓഫ് ടൈം എന്ന് പറയുകയാണെങ്കിൽ, ദ ലിമിറ്റേഷൻ ആക്ട് 1963 ലൈസ് ഡൗൺ certain specified period for different contracts. If the contract is not performed and if no legal action is taken by the promisee within the period of limitation, the contract in such cases is terminated. ബൈലാപ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എല്ലാ കോൺട്രാക്റ്റിലും അതിൻ്റെ പെർഫോമൻസിൽ ഒരു സ്പെസിഫൈഡ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ 6 മാസമാവാം, അല്ലെങ്കിൽ 1 ഇയർ ആവാം, അല്ലെങ്കിൽ 1 ഡേ ആയിരിക്കാം. എന്നിങ്ങനെ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാനുള്ള കൃത്യമായ ടൈം കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ ടൈമിനെയാണ് നമ്മൾ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ലിമിറ്റേഷൻ ആക്ട് എന്ന് പറഞ്ഞ ഒരു നിയമമുണ്ട്. 1963 ഈ ആക്ട് നിലവിൽ വന്നത്. ആ ആക്ട് പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിമിറ്റേഷൻ ആക്ട് പ്രകാരം വ്യത്യസ്തമായ കോൺട്രാക്റ്റുകൾക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള പീരീഡ് ഏതാണ് എന്ന് ആ ആക്ട് നമ്മളോട് പറയുന്നുണ്ട്. ആ ഒരു പീരീഡ് ഓഫ് ലിമിറ്റേഷൻ്റെ ഉള്ളിൽ തന്നെ കോൺട്രാക്റ്റ് പെർഫോം ചെയ്തില്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവുകയും ചെയ്യും. ഡിസ്ചാർജ് ആവുക എന്ന് പറഞ്ഞാൽ, ആ ഒരു സ്പെസിഫൈഡ് പീരീഡിൽ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റഡ് ആവും, അല്ലെങ്കിൽ ഡിസ്ചാർജ് ആവും. ഇനി അഥവാ അത് ഡിസ്ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ടെർമിനേറ്റ് ആയിട്ടില്ലെങ്കിൽ, പ്രോമിസർക്ക് എതിരെ ലീഗൽ ആക്ഷൻ എടുക്കുമെന്നാണ് പറയുന്നത്. ഇനി അഥവാ ആ കണ്ടീഷൻ നടന്നില്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് അവിടെ ടെർമിനേറ്റ് ആവുമെന്നാണ് പറയുന്നത്. ഈവൻ നമ്മൾ ഈ പറഞ്ഞ പീരീഡ് ഓഫ് ആ ഒരു കറക്റ്റ് ടൈം പീരീഡിൽ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ആ കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ്ഡ് ആവും. ഇനി അഥവാ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയിട്ടില്ലെങ്കിൽ, അപ്പോൾ അവിടുത്തെ പ്രോമിസർക്കെതിരെ ഒരു ലീഗലായിട്ടുള്ള ആക്ഷൻ മൂവ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി ലീഗലായിട്ട് ആക്ഷന് മൂവ് ചെയ്തില്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്തായിരിക്കും? ടെർമിനേറ്റഡ് ആവും, ക്യാൻസൽ ചെയ്യുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ, ഇവിടെ പറയുന്നത് നിയമത്തിൻ്റെ ഇടപെടൽ മൂലം ചില കോൺട്രാക്റ്റുകൾ ഡിസ്ചാർജായി പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാന 5 സാഹചര്യങ്ങൾ, 5 കേസസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നും കൂടി പറയാം. നിയമത്തിൻ്റെ ഇടപെടലുകൾ മൂലം ചില കോൺട്രാക്റ്റുകളിൽ ഡിസ്ചാർജായി പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനത്തെ 5 പ്രധാനപ്പെട്ട സാഹചര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതിൽ? ബൈ ഓപ്പറേഷൻ ഓഫ് ലോയിൽ. ഫസ്റ്റ് വൺ, ഡെത്ത്. When the performance require the personal skills of qualification of the promiser. ഡെത്തിൻ്റെ കേസിൽ ചില കോൺട്രാക്റ്റുകൾക്ക് പേഴ്സണൽ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ട് വരും. അതായത് എ എന്ന പാർട്ടി ബിയെ മാരേജ് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ എൻ്റെ പേഴ്സണൽ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ അവിടെ ആവശ്യമാണ്. ഇനി എ മരിച്ചു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് അവിടെ നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. ഇത്തരം കോൺട്രാക്റ്റുകളിൽ പ്രോമിസർ മരിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവും, അല്ലെങ്കിൽ ടെർമിനേറ്റഡ് ആവും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇൻസോൾവൻസി. ഹി ഈസ് ഡിസ്ചാർജ്ഡ് ഫ്രം ഓൾ ദി ലയബിലിറ്റീസ് ഇൻകേർഡ് ബിഫോർ ദി അഡ്ജുഡിക്കേഷൻ. ഇൻസോൾവൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ പാപ്പരാവുക എന്ന് പറയാം മലയാളത്തിൽ പറഞ്ഞാൽ. ഇവിടെ പറയുന്നത്, കോടതി ചിലപ്പോൾ കോൺട്രാക്റ്റിലെ പാർട്ടീസ് ഇൻസോൾവൻ്റായി പ്രഖ്യാപിക്കുന്നുണ്ട്,
അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന ചില സാഹചര്യങ്ങളിൽ കോർട്ട് ചിലപ്പോൾ കോൺട്രാക്റ്റിലെ പാർട്ടീസിനെ ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇൻസോൾവൻ്റ് ആയ ആളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികളും അല്ലെങ്കിൽ എല്ലാ കോൺട്രാക്റ്റുകളും നിയമപരമായിട്ട് ഡിസ്ചാർജ് ചെയ്യും. പിന്നീട് ഈ കോടതി ഇൻസോൾവൻ്റ് ആയ അഥവാ പാപ്പരായ വ്യക്തിക്ക് വേണ്ടി ഒരു റിസീവർ അല്ലെങ്കിൽ ഒരു ഓഫീസറെ നിയമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ റിസീവർ അല്ലെങ്കിൽ ആ ഒരു ഓഫീസർ ഇവരാണ് ഇൻസോൾവൻ്റ് ആയ വ്യക്തിയുടെ എല്ലാ തരത്തിലുള്ള അസറ്റ് വിൽക്കുന്നതും അതുപോലെ തന്നെ അവർക്കുണ്ടായ ലയബിലിറ്റീസൊക്കെ നീക്കം ചെയ്യുന്നതും ആരായിരിക്കും? കോടതി ഇൻസോൾവൻറ്റിന് പകരമായിട്ട് നിയമിച്ച ആ വ്യക്തിയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസീവർ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. നെക്സ്റ്റ്, മെറ്റീരിയൽ ആൾട്രേഷൻ. ഇഫ് ദ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ദി ടേം ഓഫ് എ കോൺട്രാക്റ്റ് is materially altered by a party to a contract without the consent of other parties to the contract is discharged. മെറ്റീരിയൽ ആൾട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ബിയുടെ കൺസെൻ്റ് ഇല്ലാതെ അഥവാ ബിയുടെ സമ്മതമില്ലാതെ എ എഴുതി തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ആൾട്രേഷൻ വരുത്തി കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവും. കാരണം എന്താണ്? അവിടെ ബിയുടെ കൺസെൻ്റ് ഇല്ലാതെയാണ് ആ എ എന്ന പാർട്ടി ആ ഒരു ചേഞ്ചസ് വരുത്തിയത്. അത് കാരണം കൊണ്ടാണ് ആ ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ആവുന്നത്. ഇനി അഥവാ ആ ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് പാർട്ടീസ് തമ്മിലുള്ളതാണ്. അപ്പോൾ ആ രണ്ട് പാർട്ടീസ് തമ്മിൽ അറിഞ്ഞുകൊണ്ടാണ് ആ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കുന്നതെങ്കിൽ അതെന്താണ് ഡിസ്ചാർജ്ഡ് ആവില്ല. കാരണം എന്താ? രണ്ട് പേരുടെ സമ്മതം അവിടെ ഉണ്ട്. പക്ഷെ നേരെ മറിച്ച് എ എന്ത് ചെയ്യാണ്? ബിയോട് പറയാതെ ബിയുടെ സമ്മതം ചോദിക്കാതെ എന്ത് ചെയ്യാണ്? ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് റിട്ടേൺ ഫോമിലാക്കി എഴുതി തയ്യാറാക്കുകയാണ്. അപ്പോൾ ആ റിട്ടേൺ ഫോമിലാക്കി എഴുതി തയ്യാറാക്കി ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ആൾട്രേഷൻ വരുത്തി അല്ലെങ്കിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് ബിയുടെ സമ്മതം കൂടി ഉണ്ടാവണം. ഇനി അഥവാ ബിയുടെ സമ്മതം ആ ഒരു കൺസെൻറ്റ് എ ചോദിച്ചിട്ടില്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്തായിരിക്കും? ഡിസ്ചാർജ്ഡ് ആവുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, മെർജർ ഓഫ് റൈറ്റ്. മെർജർ ഓഫ് റൈറ്റ് നമ്മൾ ഓൾറെഡി ടൈപ്സ് ഓഫ് മ്യൂച്വൽ എഗ്രിമെൻറ്റ്, ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ് ഡിസ്കസ് ചെയ്താണ്. എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. വെൻ ഇൻഫീരിയർ റൈറ്റ് ഓഫ് എ കോൺട്രാക്റ്റ് ഈസ് മെർജ്ഡ് വിത്ത് സുപ്പീരിയർ റൈറ്റ്, ദ ഇൻഫീരിയർ റൈറ്റ് കോൺട്രാക്റ്റ് ഡിസ്ചാർജ്ഡ് ഓട്ടോമാറ്റിക്കലി. മെർജർ ഓഫ് റൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതായത് ഒരു ഇൻഫീരിയർ റൈറ്റ് സുപ്പീരിയർ റൈറ്റ് ആയിട്ട് മെർജ് ആവുന്ന സമയത്ത് ഈ ഇൻഫീരിയർ റൈറ്റിലുള്ള കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ്ഡ് ആവും എന്നാണ് പറയുന്നത്. ഒരു ഇൻഫീരിയർ റൈറ്റും സുപ്പീരിയർ റൈറ്റുമായിട്ട് മെർജ് ആവുന്ന സമയത്ത് ഈ ഇൻഫീരിയർ റൈറ്റിലുള്ള കോൺട്രാക്റ്റ് എന്താണ്? ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ആവും അല്ലെങ്കിൽ ടെർമിനേറ്റഡ് ആവും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വെൻ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ബിക്കമിങ് വെസ്റ്റഡ് ഇൻ ദി സെയിം പേഴ്സൺ. ഇവിടെ പറയുന്നത് ഒരു കോൺട്രാക്റ്റിൻ്റെ കീഴിൽ ഒരു വ്യക്തിക്ക് റൈറ്റ്സ് ഉണ്ടാവും, മറ്റ് വ്യക്തിക്ക് ലയബിലിറ്റി ഉണ്ടായിരിക്കും. ഇത് രണ്ടും ഒരു പാർട്ടിക്ക് വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ്സും അതുപോലെ തന്നെ ലയബിലിറ്റീസും ഒറ്റ പാർട്ടിക്ക് വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതിൽ കോൺട്രാക്റ്റ് എന്തായിരിക്കും? അങ്ങനത്തെ സാഹചര്യങ്ങളിൽ കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ്ഡ് ആവും എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൻ്റെ കീഴിൽ രണ്ട് പാർട്ടീസ് ഉണ്ടാവും. ഒരു പാർട്ടിക്ക് റൈറ്റ്സ് ഉണ്ടാവും, മറ്റേ പാർട്ടിക്ക് ലയബിലിറ്റി ഉണ്ടാവും. അതിൽ ഒറ്റ പാർട്ടിക്ക് റൈറ്റ്സും ലയബിലിറ്റീസും ഒരുമിച്ച് വരുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളാവുമ്പോൾ അവിടെ എന്താണ്? ആ കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ്ഡ് ആവും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മോഡ്സ് ആണ് ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. സംടൈം ദി പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റ് ഈസ് ഓർ become impossible due to its own nature or due to some other reason which are beyond the control of the parties. Impossibility of performance എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ്
ഇമ്പോസിബിൾ ആവുന്നത് ഒന്നില്ലെങ്കിൽ ആ കോൺട്രാക്റ്റിലെ ഒരു ഫീച്ചേഴ്സ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവൻ്റ് സംഭവിക്കും വിച്ച് മേ ബി ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദി പാർട്ടീസ്. അതിലുള്ള പാർട്ടികളുടെ കൺട്രോളിന് അപ്പുറമായിരിക്കും ആ ഇവൻ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കണ്ടീഷൻസിൽ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാത്ത സാഹചര്യം വരുമ്പോഴാണ് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം, ഒരു കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് ഇമ്പോസിബിൾ ആവുന്നത്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് ഇമ്പോസിബിൾ ആവുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു സവിശേഷത കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻ്റ് സംഭവിക്കും വിച്ച് മേ ബി ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദി പാർട്ടീസ്. അതിലുള്ള പാർട്ടികളുടെ കൺട്രോളിന് അപ്പുറമായിരിക്കും ആ ഇവൻ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കണ്ടീഷൻസിൽ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാത്ത സാഹചര്യം വരുമ്പോഴാണ് അവിടെ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി എന്നും അതുപോലെ തന്നെ സബ്സീക്വൻറ്റ് ഓർ സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി എന്നും. ഫസ്റ്റ് വൺ, ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി. ഇമ്പോസിബിലിറ്റി എക്സിസ്റ്റ് അറ്റ് ദി ടൈം ഓഫ് ദി ഫോർമേഷൻ ഓഫ് കോൺട്രാക്റ്റ്. An agreement to do an act, impossible act is void. സെക്ഷൻ 56. ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ഇമ്പോസിബിലിറ്റി നിലനിൽക്കുക. അതായത് സെക്ഷൻ 56 പ്രകാരം ഇമ്പോസിബിളായ ഒരു ആക്ട് ചെയ്യാനുള്ള എഗ്രിമെൻറ്റ് വോയിഡ് ആണ് എന്നാണ് പറയുന്നത്. ഇമ്പോസിബിളായ ഒരു ആക്ട് ചെയ്യാനുള്ള എഗ്രിമെൻറ്റ് വോയിഡ് ആണ് എന്നാണ് പറയുന്നത്. ഈ ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റീനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോൺ ഇമ്പോസിബിലിറ്റി എന്നും അൺനോൺ ഇമ്പോസിബിലിറ്റി എന്നും. നോൺ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിലിറ്റി വിച്ച് ഈസ് നോൺ ടു ദി പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ദി കോൺട്രാക്റ്റ്. ഇറ്റ് ഈസ് വോയിഡ് അബ് ഇഷ്യൂ, നോ കോമ്പൻസേഷൻ. നോൺ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അറിയുന്ന ഇമ്പോസിബിലിറ്റി എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു കോൺട്രാക്റ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആ കോൺട്രാക്റ്റിലുള്ള പാർട്ടീസിന് അറിയാം ദർ ഈസ് എ ഇമ്പോസിബിലിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളത്. ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ആ കോൺട്രാക്റ്റിലുള്ള എല്ലാ പാർട്ടീസിനും അറിയാം ഈ കോൺട്രാക്റ്റ് ഇമ്പോസിബിലിറ്റി ആണ് എന്നുള്ളത്. ഈ കോൺട്രാക്റ്റ് ഇമ്പോസിബിൾ ആണ് എന്ന കാര്യം അറിഞ്ഞുകൊണ്ട് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുക, അതിനെയാണ് നമ്മൾ നോൺ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ നോൺ ഇമ്പോസിബിലിറ്റി വോയിഡ് ആണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ നോൺ ഇമ്പോസിബിലിറ്റി മൂലം എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാശനഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, കോമ്പൻസേഷൻ ചോദിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം അറിഞ്ഞുകൊണ്ടാണ് ആ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, അൺനോൺ ഇമ്പോസിബിലിറ്റി. ഇമ്പോസിബിലിറ്റി വിച്ച് ഈസ് നോട്ട് നോൺ ടു എനി ഓഫ് ദ പാർട്ടി. At the time of making the agreement, the contract become void as soon as impossibility is discovered and the ground of mistake of both the parties. Unknown impossibility എന്ന് പറയുകയാണെങ്കിൽ അറിയാത്ത ഇമ്പോസിബിലിറ്റി എന്ന് പറയാം. മറ്റേ നോൺ എന്ന് പറഞ്ഞാൽ അറിഞ്ഞ ഇമ്പോസിബിലിറ്റി. ഇവിടെ എന്താണ് അറിയാത്ത ഇമ്പോസിബിലിറ്റി, അൺനോൺ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ കോൺട്രാക്റ്റിലെ പാർട്ടീസിന് ആർക്കും തന്നെ ഈ കോൺട്രാക്റ്റ് ഇമ്പോസിബിൾ ആണ് എന്ന കാര്യം അറിയില്ല. അവർ ഈ കോൺട്രാക്റ്റ് നടക്കും എന്ന ഉറപ്പോടെയാണ് ആ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത്. ബട്ട് ആ കോൺട്രാക്റ്റിൽ ഇമ്പോസിബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് നടക്കില്ല. അങ്ങനത്തെ കേസാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് മെയ്ഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ കോൺട്രാക്റ്റ് ഇമ്പോസിബിൾ ആണ് എന്ന കാര്യം അറിഞ്ഞതെങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റഡ് ആവും, അല്ലെങ്കിൽ ഡിസ്ചാർജ്ഡ് ആവും എന്നാണ് പറയുന്നത്. ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ കോൺട്രാക്റ്റ് ഇമ്പോസിബിൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നതെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്താണ്, ഉടൻ തന്നെ ടെർമിനേറ്റഡ് ആവും, അല്ലെങ്കിൽ ഡിസ്ചാർജ്ഡ് ആവും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയാം. എന്താണ് സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ
performance of the contract possible at the time of formation but subsequently become impossible due to events. Due to the subsequent impossibility, contract become void. സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ ക്യാപ്പബിൾ ആയിരിക്കും. പിന്നീട് ഈ കോൺട്രാക്റ്റിലുള്ള പാർട്ടികളുടെ കൺട്രോളിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു ഇവൻ്റ് സംഭവിക്കുന്നത് മൂലം ആ കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് ഇമ്പോസിബിൾ ആയി തീരുമെന്നാണ് പറയുന്നത്. അതിനെയാണ് സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി സംഭവിച്ച കോൺട്രാക്റ്റ് വോയിഡ് ആവുകയും ചെയ്യും. നെക്സ്റ്റ് പറഞ്ഞാൽ എല്ലാ ഇമ്പോസിബിലിറ്റികൾക്കും അല്ലെങ്കിൽ എല്ലാ ഇമ്പോസിബിലിറ്റിയിലും സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. അതിന് അങ്ങനത്തെ ആ ഒരു സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റീൻ്റെ കീഴിൽ കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. ആ കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, വെൻ എൻ ആക്ട് ബിക്കം ഇമ്പോസിബിൾ ആഫ്റ്റർ ദി കോൺട്രാക്റ്റ് ഈസ് മെയ്ഡ്. ഫസ്റ്റ് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് മെയ്ഡ് ചെയ്തതിന് ശേഷം അവർ ചെയ്ത ഒരു ആക്ട് ഇമ്പോസിബിൾ ആയി തീരുന്ന കേസ്. സെക്കൻഡ് വൺ, where the act become unlawful reason of some events beyond the control of the promiser. അതായത് ഈ കോൺട്രാക്റ്റ് പ്രകാരം ചെയ്യേണ്ട കാര്യം നിയമത്തിന് എതിരായി തീരുന്ന കേസ് വരുന്നുണ്ട്. The impossibility must not be the result of some act or negligence of the promiser himself. അതായത് പ്രോമിസറിൻ്റെ എന്തെങ്കിലും മൂലമാണോ ഈ കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് ഇമ്പോസിബിളായി തീരുന്നതെങ്കിൽ അത് നമുക്ക് ഈ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റീൻ്റെ കീഴിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം കോൺട്രാക്റ്റിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള മോശമായ പ്രവൃത്തിയാണെങ്കിൽ അത് നമുക്ക് ഇമ്പോസിബിളാണ്. അപ്പോൾ എന്താണ്, അത് നമുക്ക് ഒരിക്കലും സബ്സീക്വൻറ്റ് കോൺട്രാക്റ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റീൻ്റെ കീഴിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്സിലെ ബൈ ലാപ്സ് ഓഫ് ടൈം, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആൻഡ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, ഈ 3 മോഡ്സുമാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. നമ്മൾ ഇനി ലാസ്റ്റ് പറയാൻ പോകുന്നത് കമ്മിറ്റിംഗ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. അത് കുറച്ച് വൈഡ് ടോപ്പിക്കാണ്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.